friends, welcome back to our channel. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ആണ് കേട്ടോ. ഇപ്പം നമുക്ക് പ്രഗ്നൻസി ടൈമിൽ എല്ലാവർക്കും കുറച്ച് പേർക്കൊക്കെ ഉള്ള ഡൗട്ടായിരിക്കും, നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ അതൊക്കെ വെച്ചിട്ട്, അതായത് ഞാനിപ്പോൾ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ചെയ്യുന്ന ഒരു കുഞ്ഞു മേക്കപ്പ് ലുക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ ചാനലൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അഞ്ജു. വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം, കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫേസൊക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസിങ് ആണ്. അതിന് വേണ്ടി ന്യൂട്രിയമിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ല സൂപ്പർബായിട്ടുള്ള എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഇത്. സെൻസിറ്റീവ് സ്കിന്നിനടക്കം യൂസ് ചെയ്യാം എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ ഞാൻ എൻ്റെ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആക്കും കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് സൺസ്ക്രീനാണ്, ജോവീസിൻ്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഞാൻ. അപ്പോൾ അത് ജസ്റ്റ് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ ഇടുമ്പോൾ തന്നെ നമ്മുടെ ഫേസിനൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും. അത് ഈ ഒരു ജോവീസിൻ്റെ ആകുമ്പോൾ കുറച്ചും കൂടിയും പ്രത്യേകിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു ബ്രൈറ്റ്നെസ് തോന്നിയിട്ടുണ്ട് കേട്ടോ. ബ്രൈറ്റ്നെസ് മാത്രമല്ല, നല്ലൊരു ഗ്ലോവും നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ തരും കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അതിനുശേഷം ഞാനിവിടെ ഫൗണ്ടേഷനാണ് എടുത്തിട്ടുള്ളത്. മേക്കപ്പ് റെവല്യൂഷൻ്റെ സ്റ്റിക്ക് ഫൗണ്ടേഷനാണ് കേട്ടോ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഫൗണ്ടേഷനാണ്. അപ്പോൾ നമുക്കൊരു ലൈറ്റായിട്ടാണ് ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഹെവി ആയിട്ടൊന്നും ഞാൻ മേക്കപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ചെറിയൊരു ലെയറായിട്ട് മാത്രമാണ് ഈ ഒരു ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും, ഞാൻ ലൈറ്റായിട്ടാണ് ഇങ്ങനെ കൈ വെച്ചിട്ടാണ് കേട്ടോ അത് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു ബ്രൈറ്റ്നെസ് നമ്മുടെ ഫേസിന് തോന്നുക എന്നുള്ളത് മാത്രമാണ്. ആ ഒരു പിമ്പിൾസിൻ്റെ മാർക്സൊക്കെ ഒന്ന് ഹൈഡ് ചെയ്തിട്ട് ചെറിയൊരു ബ്രൈറ്റ്നെസ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു കോട്ടിങ് പോലെയാണ് നമ്മുടെ ഫൗണ്ടേഷൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനോട് ബ്ലെൻഡായിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ഐബ്രോസിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഐബ്രോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒരു ഔട്ടർ ലൈൻ ആദ്യം കൊടുത്തതിന് ശേഷം എന്നിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനിതാ രണ്ട് ഐബ്രോസും ഒരേപോലെ തന്നെ നല്ല ഷേപ്പായിട്ട് തന്നെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഉള്ളിലാണ് ഔട്ടർ ലെയർ കൊടുത്തിട്ട് പിന്നെ ഉള്ളിൽ ഫില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് ഞാനിവിടെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ മാത്രം ഐലൈനർ എഴുതിയിട്ടാണ് കേട്ടോ. താഴെ നമ്മൾ കണ്ണെഴുതുന്നില്ല, കാജലും യൂസ് ചെയ്യുന്നില്ല. മുകളിൽ ഐലൈനർ, അതായത് വിങ് ലൈനർ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ നമ്മുടെ കണ്ണ് നന്നായിട്ട് വിടർന്നിരിക്കും. നമ്മൾ മസ്കാരയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ കണ്ണെഴുതുന്നത്, കണ്ടില്ലേ. അതിനുശേഷം ഞാനിവിടെ മെബിലിൻ്റെ ഹൈപ്പർ കേൾ മസ്കാര എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു മുകളിലത്തെ ലാഷസിലും താഴത്തെ ലാഷസിലും ഞാൻ ഒരേപോലെ തന്നെ മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. എങ്കിലാണ് നമുക്ക് നല്ല വിടർന്നിരിക്കുന്ന നല്ല ചന്തമുള്ള കണ്ണുകൾ ഉണ്ടാവുക കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു. ഇനി ഞാൻ ജസ്റ്റ് ഒരു ഹൈലൈറ്ററായിട്ട് നമ്മുടെ എൻവൈബയുടെ സ്ട്രോപ്പ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് അറിയുണ്ടാവും, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ എവിടേക്കാണോ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടെ മാത്രമായിട്ട് ഈ ഒരു സ്ട്രോപ്പ് ക്രീം ഇങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് കുറച്ച് മതിയാവും, കുറച്ചിട്ടാൽ തന്നെ നല്ലൊരു ഗ്ലോ ഉണ്ടാവും കേട്ടോ. ഈ ഒരു സ്ട്രോപ്പ് ക്രീമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു നാച്ചുറൽ ലുക്ക് തരുന്നതാണ്. നമ്മൾ മറ്റേ ഹൈലൈറ്റർ യൂസ് ചെയ്യുമ്പോൾ ചെറിയ ഗ്ലിറ്ററി പാർട്ടിക്കിൾസ് ഉണ്ടാവും, പക്ഷേ ഈ ഒരു സ്ട്രോപ്പ് ക്രീമിൽ അങ്ങനെ ഇല്ല കേട്ടോ. നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഞാൻ സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ലിപ്സ്റ്റിക്ക് ഞാൻ എപ്പോഴും ഇടുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ കൈ വെച്ചിട്ടാണ് ഇടുന്നത്. കാരണം എനിക്ക് അങ്ങനെ ബ്രൈറ്റ്നെസ് വേണ്ട, ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് നമ്മുടെ ലിപ് ബാം ഇടുന്നത് പോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ മേക്കപ്പ് കഴിയാറായിട്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പൊട്ട് വയ്ക്കും എനിക്ക് തോന്നുകയാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇടും.
ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. സിമ്പിളാണ്. ഞാനിപ്പോൾ എങ്ങോട്ടെങ്കിലൊക്കെ ഇറങ്ങുമ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ചെയ്യാറ്. കണ്ണിൻ്റെ താഴെ എഴുതാറില്ല, എനിക്കത് കുറച്ചും കൂടി നമ്മൾ കണ്ണിൻ്റെ താഴെ എഴുതാറ് മസ്കാര യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്കാണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.